Hi students, Industry Instrumentation and Automation കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫിഫ്ത്ത് മൊഡ്യൂളായ ഓട്ടോമേഷൻ സിസ്റ്റത്തിൻ്റെ ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയായിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ടൈപ്സ് ആണ്. സോ എന്തായിരുന്നു ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റം? ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രഷർ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഈ പ്രഷർ ഒരു ഫ്ലൂയിഡിനകത്തായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ആ ഫ്ലൂയിഡ് ഉപയോഗിച്ച്, ആ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട ഒരു മെക്കാനിക്കൽ ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആക്ച്വേറ്റേഴ്സിനാണ് നമ്മൾ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് നമ്മൾ നോക്കി, പാസ്കൽസ് ലോ ആയിരുന്നു. അതുപോലെ അതിൻ്റെ ബേസിക് കമ്പോണൻസ്, ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ഉണ്ട്, പമ്പ് ഉണ്ട്, കൺട്രോളർ ഉണ്ട്, പൊസിഷൻ സെൻസർ ഉണ്ട്, വാൽവ് ഉണ്ട്. അതേപോലെ ഈ ഒരു ഫുൾ എൻ്റയർ സിസ്റ്റത്തിന് സപ്ലൈ കൊടുക്കുന്ന ഒരു ഹൈഡ്രോളിക് പവർ സപ്ലൈ ഉണ്ടായിരുന്നു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്സ് ആണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റംസ് ഉള്ളതെന്ന്. സോ ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനെ നമ്മൾ ബേസിക്കലി 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണിനെ നമ്മൾ ലീനിയർ ആക്ച്വേറ്റർ അല്ലെങ്കിൽ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ എന്ന് പറയും. സെക്കൻഡ് വൺ ആണ് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ, അത് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ. തേർഡ് വൺ ആണ് റോട്ടറി ആക്ച്വേറ്റർ അല്ലെങ്കിൽ ഓസിലേറ്ററി ആക്ച്വേറ്റർ. സോ 3 തരത്തിലുള്ള ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ലീനിയർ ആക്ച്വേറ്റർ അല്ലെങ്കിൽ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ, രണ്ടാമത്തേത് ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ, മൂന്നാമത്തേത് റോട്ടറി ആക്ച്വേറ്റർ അല്ലെങ്കിൽ ഓസിലേറ്ററി ആക്ച്വേറ്റർ. സോ ഈ 3 ആക്ച്വേറ്റേഴ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ഫ്ലൂയിഡിൻ്റെ ഒരു പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ആയിരിക്കും, അതിൻ്റെ പ്രഷർ കൺട്രോൾഡ് ആയിരിക്കും, റേറ്റ് ഓഫ് ഫ്ലോ കൺട്രോൾഡ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പ്രഷറും അതിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോയും നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള, നമ്മുടെ കൺട്രോളിങ് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൺട്രോളിങ് സിഗ്നൽ ഉപയോഗിച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു മെക്കാനിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് റോട്ടറി ആക്ച്വേറ്റേഴ്സ്. സോ ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ റോട്ടറി ആക്ച്വേറ്ററിൻ്റെ കേസിൽ ലീനിയർ മോഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ പൈപ്പ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു റോട്ടറി മോഷൻ ബൈ എ ഹൈഡ്രോമോട്ടർ. സോ ഒരു ഹൈഡ്രോമോട്ടർ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ഫ്ലൂയിഡിൻ്റെ മോഷൻ ഒരു പൈപ്പിനകത്തൂടെ ലീനിയർ മോഷൻ ആയിരിക്കും. ഈ ലീനിയർ മോഷൻ നമ്മൾ റോട്ടറി മോഷനിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാം. സോ അതെങ്ങനെയാണ് നമുക്ക് ആ ഫിഗർ വെച്ചിട്ടൊന്ന് നോക്കാം. സോ ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന ഒരു റോട്ടറി ആക്ച്വേറ്ററാണ്, അല്ലെങ്കിൽ നമ്മളതിനെ ഓസിലേറ്ററി ആക്ച്വേറ്റർ എന്ന് പറയും. സോ ഈ റോട്ടറി ആക്ച്വേറ്ററിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഒരു പമ്പുണ്ട്, ഒരു ഹൈഡ്രോ മോട്ടറുണ്ട്. സോ ഫസ്റ്റ് നമ്മളുടെ സിഗ്നൽ, നമ്മളുടെ ഫ്ലൂയിഡ്, പമ്പിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, പമ്പ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രഷറിനെ വേരി ചെയ്യാനായിരിക്കും. സോ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ റെഗുലേറ്റ് ചെയ്തിട്ടായിരിക്കാം. പ്രഷർ റെഗുലേറ്റ് ചെയ്യണം നിർബന്ധമില്ല, കാര്യം പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പമ്പ് വിൽ റെഗുലേറ്റ് ദ പ്രഷർ. സോ ആ ഗ്രീൻ കളർ കാണിക്കുന്ന ഫ്ലൂയിഡ് ആയിരിക്കും, ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രഷർ നിർബന്ധമില്ല. ഇത് പമ്പിൽ ചെന്ന് കഴിയുമ്പോൾ പമ്പായിരിക്കും അതിൻ്റെ പ്രഷറിനെ എന്ത് കൺട്രോൾ സിഗ്നലാണ് ആ സിഗ്നൽ അനുസരിച്ച് അതിനെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള, അതുപോലെ ഫ്ലോ വേരിയഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫ്ലോ നമുക്ക് വേണ്ട രീതിയിലാക്കിയിട്ടുള്ള റെഗുലേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡ് ഒരു ഹൈഡ്രോ മോട്ടറിൽ ചെല്ലും. സോ ഹൈഡ്രോ മോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് ഹൈഡ്രോ മോട്ടർ നമ്മളുടെ ഈ ഫ്ലൂയിഡ് കാരണം ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഫ്ലൂയിഡിൻ്റെ ലീനിയർ ആക്ഷനെ നമ്മളിവിടെ ഒരു റൊട്ടേറ്ററി ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യും. സോ വൺസ് ആ ഒരു ഫ്ലൂയിഡ് ചെന്ന് ആ ഫോഴ്സിൽ ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്യും, തിരിച്ച് ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡാണ് ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഔട്ട്വേർഡിൽ വരുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷറും ഫ്ലോയും വ്യത്യാസമുള്ളതായിരിക്കും. സോ നമ്മൾ റെഗുലേറ്റ് ചെയ്ത ഫ്ലൂയിഡ്, പ്രഷറും ഫ്ലോയും റെഗുലേറ്റ് ചെയ്ത, ഫ്ലോ റേറ്റും റെഗുലേറ്റ് ചെയ്ത ഫ്ലൂയിഡിനെ ഒരു ഹൈഡ്രോ മോട്ടറിൽ കൂടെ പാസ് ചെയ്യും. സോ ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കാരണം ഈ മോട്ടർ പ്രഷറിനനുസരിച്ചായിരിക്കും അവിടെ റോട്ടറി ആക്ഷൻ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. തിരിച്ച് ആ ലിക്വിഡ് ബാക്ക് ടു അവർ റിസർവോയർ ആണെങ്കിൽ അക്യുമുലേറ്ററിലാണ് ആ സിസ്റ്റത്തിലേക്ക് എത്തും. സോ നമ്മുടെ ലീനിയർ ആക്ഷൻ റോട്ടറി ആക്ഷനായി. സോ ഇതിനെ നമ്മൾ റോട്ടറി അല്ലെങ്കിൽ ഓസിലേറ്ററി ആക്ച്വേറ്റർ എന്ന് പറയും. ഇനി അടുത്ത ടൈപ്പാണ് ലീനിയർ ആക്ച്വേറ്റർ അല്ലെങ്കിൽ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ. സോ എന്താണ് സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ അല്ലെങ്കിൽ ലീനിയർ ആക്ച്വേറ്റർ എന്നുള്ളത് നോക്കാം. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടർ ആക്ച്വേറ്റർ there is only one opening for the fluid to enter and leave. അതായത്
ഈ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൽ അല്ലെങ്കിൽ ലീനിയർ ആക്ച്വേറ്ററിൻ്റെ കേസിൽ ഫ്ലൂയിഡിന് എൻട്രി ചെയ്യാനും ലീവ് ചെയ്യാനും ഒറ്റ ഓപ്പണിംഗ് ഉള്ളൂ. കഴിഞ്ഞ റോട്ടറി ആക്ച്വേറ്ററിൽ നമ്മൾ കണ്ടു ഫ്ലൂയിഡ് എൻട്രി ചെയ്യുന്ന ഒരു പോർഷനിൽ കൂടെ ലീവ് ചെയ്യുന്ന വേറൊരു വഴിയിലൂടെ. പക്ഷേ ഈ ഒരു കേസിൽ ഫ്ലൂയിഡിന് എൻട്രി ചെയ്യാനും ലീവ് ചെയ്യാനും ഒറ്റ പാത്തേ ഉണ്ടാകത്തുള്ളൂ. അതേപോലെ തന്നെ ഫോർവേഡ് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ ഹൈഡ്രോളിക് പ്രഷർ കാരണം ഫോർവേഡ് മോഷൻ, പക്ഷേ റിവേഴ്സ് മോഷൻ ഒരു സ്പ്രിങ് ആക്ഷൻ വഴിയായിരിക്കും. അതായത് ഫോർവേഡ് ആക്ഷൻ ഫ്ലൂയിഡ് ഫോർവേഡായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൻ്റേതായിട്ടുള്ള ഹൈഡ്രോളിക് പ്രഷർ കാരണം, തിരിച്ച് ഫ്ലൂയിഡ് എക്സിറ്റ് ആവുന്നത് എൻട്രി ചെയ്യുന്നത് ഹൈഡ്രോളിക് പ്രഷർ കാരണം, എക്സിറ്റ് ആവുന്നത് സ്പ്രിങ്ങിൻ്റെ റിവേഴ്സ് ആക്ഷൻ. ഫിഗർ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. സോ ഇതാണ് നമ്മളുടെ ലീനിയർ ആക്ച്വേറ്റർ. സോ ലീനിയർ ആക്ച്വേറ്റർ നമുക്കറിയാം ഒരു സിലിണ്ടറിക്കൽ സിസ്റ്റം, പിസ്റ്റൺ വെച്ചിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ സിസ്റ്റമാണ്. സോ ഇതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്, പിസ്റ്റണുമായിട്ടൊരു സ്പ്രിങ് കണക്റ്റഡ് ആണ്, പിസ്റ്റണിൻ്റെ കൂടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. സോ ഷാഫ്റ്റ് പിസ്റ്റൺ കോമ്പിനേഷൻ നമുക്ക് ഓട്ടോമോട്ടീവ്സിൻ്റെ കേസിൽ കണ്ടു പരിചയമുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു സ്പ്രിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ മെയിൻ വ്യത്യാസം. പിന്നെ റിലീഫ് വെൻറ്റ്സ് ഉണ്ടാവും, അതായത് എക്സ്ട്രാ പ്രഷേഴ്സ് ഉണ്ടെങ്കിൽ റിലീഫ് ചെയ്യാനായിട്ട് നമ്മൾ റിലീഫ് വെൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്ലൂയിഡ് സപ്ലൈ, അതായത് ഫ്ലൂയിഡിന് എൻട്രി ചെയ്യാനും ലീവ് ചെയ്യാനും ഒറ്റ ഒരു ഓപ്പണിങ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഓറിഫിസ് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് നമ്മൾ ഹൈഡ്രോളിക് പ്രഷറിലുള്ള ഫ്ലൂയിഡ് എൻട്രി ചെയ്യാം. സോ എൻട്രി ചെയ്യുമ്പോൾ ഇത് ഈ പിസ്റ്റനെ ഫോഴ്സ് ചെയ്യും, ഇതിൻ്റെ പ്രഷർ അനുസരിച്ച് ഇത് ഈ പിസ്റ്റണിലേക്ക് ആ പ്രഷറിനെ എക്സൈറ്റ് ചെയ്യും. നമ്മുടെ ഫ്ലൂയിഡ്സിൻ്റെ കേസ് ഞാൻ പറഞ്ഞു അത് കംപ്രസിബിലിറ്റി വളരെ കുറവുള്ള ഫ്ലൂയിഡ്സ് ആണ്, അല്ലെങ്കിൽ കംപ്രസിബിൾ അല്ലാത്ത ഫ്ലൂയിഡ്സ് ആണ്. സോ അവർ മാക്സിമം പ്രഷർ അവർ ഏത് മീഡിയത്തിലേക്കാണ് അല്ലെങ്കിൽ എന്ത് മെമ്പറിലേക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ഈ പ്രഷറുള്ള ഫ്ലൂയിഡ് വരുമ്പോൾ അതിൻ്റെ ഫുൾ പ്രഷറിനെ പിസ്റ്റണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, പിസ്റ്റൺ ഉടനെ മൂവ് ചെയ്യാൻ തുടങ്ങും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഷാഫ്റ്റും ഒരു ലീനിയർ മൂവ്മെൻറ്റ് തരുന്നുണ്ട്. ഈ ഷാഫ്റ്റും പിസ്റ്റണും മൂവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സ്പ്രിങ്ങും അവിടെ കംപ്രസ്ഡ് ആകും. സോ ഫുൾ ഫ്ലൂയിഡിൻ്റെ പ്രഷർ എക്സേർട്ട് ചെയ്ത് കഴിയുമ്പോൾ മാക്സിമം കംപ്രഷൻ അവിടെ ഉണ്ടാകും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫ്ലൂയിഡിൻ്റെ പ്രഷർ മൊത്തം നമ്മുടെ ഷാഫ്റ്റിലേക്ക് കൺവേ ചെയ്തതിന് ശേഷം ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ് തിരിച്ച് ആ ഫ്ലൂയിഡിനെ അവിടുന്ന് എക്സിറ്റ് ചെയ്യിക്കും. സോ ഇതാണ് നമ്മുടെ ലീനിയർ ആക്ച്വേറ്റർ. സോ ഫ്ലൂയിഡിൻ്റെ സപ്ലൈ ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച്, തിരിച്ചുള്ള ഫ്ലൂയിഡിൻ്റെ മോഷൻ എക്സിറ്റ് നടക്കുന്നത് സ്പ്രിങ്ങിൻ്റെ റിവേഴ്സ് ആക്ഷൻ കാരണമായിരിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഡബിൾ ആക്ടിങ് സിലിണ്ടർ. സോ ഡബിൾ ആക്ടിങ് സിലിണ്ടർ എന്നിവിടെ പറയാൻ കാരണം ഫ്ലൂയിഡിന് എൻട്രി ചെയ്യാനും ലീവ് ചെയ്യാനും രണ്ട് ഓപ്പണിംഗ് ഉണ്ടായതുകൊണ്ടാണ് ഇതിന് ഡബിൾ ആക്ടിങ് സിലിണ്ടർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഫോർവേഡ് മോഷനും, അതേപോലെ തന്നെ ഹൈഡ്രോളിക് പ്രഷറിൻ്റെ ഫോഴ്സ് കാരണമാണ് അതിൻ്റെ എക്സിറ്റ്. സോ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പിസ്റ്റൺ ഉണ്ട്, അതിനെ കണക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഉണ്ട്, രണ്ട് ഒറിഫിസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഓപ്പണിംഗ് ഉണ്ട്, ഒന്ന് ഫ്ലൂയിഡിനെ എൻട്രി ചെയ്യാനും ഒന്ന് ഫ്ലൂയിഡിന് ലീവ് ചെയ്യാനും. സോ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലൂയിഡ് എൻട്രി ചെയ്യുമ്പോൾ ഫ്ലൂയിഡിൻ്റെതായ ഒരു ഹൈഡ്രോളിക് പ്രഷർ ഉണ്ടാവും. ഈ പ്രഷർ കാരണം ഇത് ഷാഫ്റ്റിനെ മൂവ് ചെയ്യുന്നുണ്ടാവും. ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാഫ്റ്റ് ഈ ഫ്ലൂയിഡ് എൻട്രി ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ കറസ്പോണ്ടിങ് പ്രഷറിനനുസരിച്ച് മൂവ് ചെയ്യുകയും, അതേപോലെ നമ്മൾ കണ്ടിന്യൂസ്ലി ഫ്ലോ അവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എൻട്രി ചെയ്യുന്ന ഫ്ലൂയിഡിനെ എക്സിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം പ്രഷർ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അതായത് ഫ്ലൂയിഡ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു എൻട്രിങ് ഫ്ലോ കാരണം ഓട്ടോമാറ്റിക്കലി ഈ ഫ്ലൂയിഡ് അതിൻ്റെ റിട്ടേൺ പാത്തിലൂടെ എക്സിറ്റ് ആവുന്നത്. സോ ഇതാണ് ഡബിൾ ആക്ടിങ് സിലിണ്ടർ. സോ എൻട്രി ഓഫ് ഫ്ലൂയിഡും എക്സിറ്റ് ഓഫ് ഫ്ലൂയിഡും ഇവിടെ ഹൈഡ്രോളിക് പ്രഷറാണ്. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൂയിഡ് ചെന്ന് മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു മെക്കാനിസത്തിലാണ് നമ്മൾ ഡബിൾ ആക്ടിങ് സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ്. സോ മെയിൻലി മൂന്നെണ്ണം. ഒന്ന് റോട്ടറി ആയിട്ടുള്ളത്, അതായത് നമ്മൾ ലീനിയർ മോഷനെ റൊട്ടേറ്റിംഗ് ആക്കുന്നു. രണ്ടാമത്തത് ലീനിയർ അല്ലെങ്കിൽ സിംഗിൾ ആക്ടിങ് സിലിണ്ടറും, മൂന്നാമത്തത് ഡബിൾ ആക്ടിങ് സിലിണ്ടറും. രണ്ടും ഒരു സിലിണ്ടർ പിസ്റ്റൺ ഷാഫ്റ്റ് മെക്കാനിസമാണ്. സിംഗിൾ ആക്ടിങ്ങിൻ്റെ കേസിൽ ഫ്ലൂയിഡിന് എൻട്രി ചെയ്യാനും ലീവ് ചെയ്യാനും ഒറ്റ ഓപ്പണിങ്ങേ ഉണ്ടാവുള്ളൂ, അതിലൊരു സ്പ്രിങ് കണക്റ്റഡ് ആയിരിക്കും. സോ ഫ്ലൂയിഡ് എൻട്രി ചെയ്യുമ്പോൾ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഫ്ലൂയിഡിൻ്റെ എക്സിറ്റ് റേറ്റ്. തേർഡ് കേസായ ഡബിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ കേസിൽ ഫ്ലൂയിഡിന് എൻട്രി ചെയ്യാനൊരു ഓപ്പണിങ്ങും എക്സിറ്റ് ചെയ്യാൻ വേറൊരു ഓപ്പണിങ്ങും ഉണ്ടാവും. സോ ഫ്ലൂയിഡ് എൻട്രി ചെയ്യുന്നതിനനുസരിച്ച് പിസ്റ്റണിൻ്റെ ഷാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഈ കണ്ടിന്യൂസ്ലി ഫ്ലൂയിഡ് എൻട്രി ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് ട്രാപ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്രഷർ കൺവേ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ആയിട്ട് കിടക്കുന്ന ഫ്ലൂയിഡിന് ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നു. സോ ഇതാണ് നമ്മളുടെ 3 types of hydraulic actuating systems. Thank you.